الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا قال تعالى في قرآنه الكريم بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين ബഹുമാന്യ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സ്വകാര്യ ജീവിതത്തിൽ ഉൾപ്പെടെ ശ്രദ്ധിച്ചുകൊണ്ട് മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകാൻ ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, ഇസ്ലാം ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് പരിശോധിച്ചാലും അത് കുറ്റമറ്റതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. സമൂഹത്തിനാവശ്യമായ, സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കാവശ്യമായ, സമൂഹത്തിലെ എല്ലാവരെയും സംരക്ഷിക്കാൻ ആവശ്യമായ സകല നിർദ്ദേശങ്ങളും ഇസ്ലാമിലുണ്ട്, ഖുർആനിലുണ്ട്. ശറഅ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നായതുകൊണ്ട് അതിൽ യാതൊരു പോരായ്മയുമില്ല. പോരായ്മകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനത് കൈകാര്യം ചെയ്യുകയും അതിൻ്റെ കൃത്യത ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പാലിക്കപ്പെടാതെ പോവുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ പോരായ്മ സമൂഹവും വ്യക്തികളുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, ഈ ഉമ്മത്തിൻ്റെ നിലവിളികൾ എല്ലാ ദിവസവും എന്നോണം പത്രകോളങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയയിലാണ് പ്രധാനമായും എന്ന് അത്തരം കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
2 കരളും വൃക്കയും തകരാറായി സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ, മാരകമായ ക്യാൻസർ എന്ന രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് സഹായിക്കണേ എന്ന് ഹോസ്പിറ്റൽ കിടക്കകളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന, വേദന കടിച്ചമർത്തി ഓരോ നിമിഷവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയ പൈതങ്ങളടക്കമുള്ള ആൾക്കാരുടെ രോദനങ്ങൾ, വിലാപങ്ങൾ നമ്മളുടെ മനസ്സിനെ ഏറെ നൊമ്പരപ്പെടുത്തുകയാണ്. എന്താണ് ആവശ്യപ്പെടുന്നത്? ഈ ഹോസ്പിറ്റൽ സംബന്ധമായ ചെലവിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും സഹായിക്കണേ എന്നാണ് അവർക്ക് പറയാനുള്ളത്. ചില കൂരകളിലേക്ക് കടന്നു ചെന്ന് സാമൂഹിക പ്രവർത്തകരായ ആളുകൾ ആ കൂരയുടെ ചോർന്നൊലിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയ, വാതിലില്ലാത്ത, പുറത്തേക്കൊരാവശ്യത്തിനിറങ്ങാൻ ഭയപ്പെടുന്ന വിധത്തിലുള്ള കൂരകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യമക്കൾ, അവരുടെ സഹായത്തിന് അപേക്ഷിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ. മുസ്ലിംകളായ ആളുകൾ എമ്പാടും അത്തരം കാര്യങ്ങളിൽ വിഷമിക്കുന്നവരുടെ കൂട്ടത്തിലുമുണ്ട്, സഹായിക്കാൻ ഇറങ്ങി നിൽക്കുന്നവരുടെ കൂട്ടത്തിലുമുണ്ട്. പള്ളി പ്രസിഡന്റുമാരായ ആളുകൾ, അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ, മുസ്ലിം വാർഡ് മെമ്പർമാരും കൗൺസിലർമാരുമായ ആളുകളുണ്ട്. അതിൻ്റെ കൂടെ പണ്ഡിതന്മാരായ ആളുകളെയും ഇവരെ സഹായിക്കണേ എന്ന നിലയിൽ അവരുടെ വാചകങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ സമുദായത്തിന് ഇങ്ങനെ ഒരു ദുര്യോഗം വരാനുള്ള കാരണം? കൃത്യമായും അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകൂ. വീടില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ ഉണ്ട് എന്നത് നമുക്കറിയാം. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, ശുശ്രൂഷക്ക് ചികിത്സക്ക് കാശില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്നത് നമുക്കറിയാം. ഇതൊക്കെ എവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെടുന്നത്? ആ മഹല്ലുകളുടെ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ ആയിരക്കണക്കിന് വീടുകളുള്ള മഹല്ല്, 2000-ഉം 3000-ഉം വീടുകളുള്ള മഹല്ല്, അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാർ, ഗൾഫിൽ ബിസിനസ് ശൃംഖലയോ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരോ ആയ ആളുകളുള്ള ഒരുപാട് ആൾക്കാരുള്ള മഹല്ലുകൾ, ഈ മഹല്ലുകളിൽ നിന്നുമൊക്കെയാണ് ഇത്തരം രോദനങ്ങളുടെ, പ്രയാസങ്ങളുടെ വാചകങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം എന്താണ്? എല്ലാവർക്കും അതിൽ പ്രയാസമുണ്ട്. ഇതിൻ്റെ കാരണം എന്തെന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്ന് വേദനിപ്പിക്കുന്ന അവസ്ഥ ആളുകളെ അറിയിക്കേണ്ടവരാണോ നമ്മൾ? അങ്ങനെ ഒരു പരിഹാരം കാണേണ്ടവരാണോ? അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. ആളുകൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ എല്ലാ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർക്കുണ്ടാകും. പക്ഷെ ഇസ്ലാം ഈ നിലക്കല്ല അതിന് പരിഹാരം പറഞ്ഞു തരുന്നത്. ഇക്കാര്യത്തെ ഞാൻ ആക്ഷേപിക്കുകയല്ല, മറിച്ച് ഇസ്ലാം അതിന് നൽകുന്ന പരിഹാര മാർഗം ആരായാത്തത് കൊണ്ടും ആ വിഷയത്തിലേക്ക് പൂർണ്ണമായും നമ്മൾ ഇറങ്ങി വരാത്തത് കൊണ്ടുമാണ് ഇത്തരം പ്രയാസങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് അതിൻ്റെ ഇബാദത്തുകളായ നമസ്കാരത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ പ്രവേശിക്കുന്നത് പോലെ ഈ ആളുകളുടെ പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായ സംഘടിതമായ സക്കാത്തിന്റെ കാര്യത്തിലേക്കും ഇറങ്ങണം. അപ്പോഴേ ഇസ്ലാം പൂർണ്ണമാകുന്നുള്ളൂ. സൂറത്തുൽ ബഖറയിൽ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ താല്പര്യം, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ നിങ്ങൾ സമാധാനത്തിന്റെ മതമായ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണേ. ഭാഗികമാകരുത്, എല്ലാ കാര്യങ്ങളിലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. എന്നിട്ടുള്ള പറഞ്ഞെന്താ? വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാൻ പോകുന്നത് അതാണ് ഖുർആൻ ഇവിടെ പഠിപ്പിച്ചു തരുന്നത്.
ഇസ്ലാമിന്റെ വിശ്വാസ ഇബാദത്ത് കാര്യങ്ങളിലെല്ലാം കണിശത പാലിക്കുന്ന ആളുകൾ എന്താണ് ഇസ്ലാം കാര്യത്തില് നമസ്കാരവും നോമ്പും തമ്മിൽ സക്കാത്തും തമ്മിൽ വേർതിരിക്കുന്നതിന്റെ കാരണം? രണ്ടാമത്തതൊക്കെ മൂന്നാമത്തതിന്റെ കാര്യമായ സക്കാത്തിന്റെ കാര്യത്തിൽ എന്തേ ആളുകൾ അമാന്തം കാണിക്കുന്നത്? അങ്ങനെ ആകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമസ്കരിക്കാത്തവൻ കാഫിറാണ്, യാതൊരു സംശയവുമില്ല. എന്തേ സക്കാത്ത് കൊടുക്കാത്തവൻ കാഫിറാണ് എന്ന് നമ്മളെ മനസ്സിൽ വരാത്തത്? അത് നിഷേധിച്ച ആളുകൾ, നൽകുകയില്ല എന്ന് പറഞ്ഞ ആളുകൾ, അവരോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. നമുക്കറിയാം, അവർ ഇസ്ലാമിന്റെ പുറത്താണ്, മുർത്തദ്ദുകളാണ് എന്നതാണ് അതിന്റെ കാരണം. അപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. അതിനുള്ള ചില കാരണങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് അറിയുന്ന പണ്ഡിതന്മാരായ ആളുകൾ ബോധവൽക്കരണം നടത്തുന്നില്ല. അതാണ് പ്രധാനമായ കാരണം. മറ്റൊന്ന്, സക്കാത്തിന്റെ വിഷയം വികലമായി അവതരിപ്പിക്കുന്നു എന്നതാണ്. 1 കോടി ഉറുപ്പിക ഒരാളുടെ കയ്യിൽ വന്നാൽ 1 വർഷം തികയുന്നത് വരെ കയ്യിലുണ്ടെങ്കിലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്നതെങ്കിൽ ഈ ലോകത്താരും സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. കാരണം അത് ബിസിനസ്സിൽ ഇറക്കും 1 വർഷത്തിനുള്ളിൽ. ഇങ്ങനെയുള്ള വികലമായ അവതരണമാണ് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, പണവും മനുഷ്യനും അങ്ങനെയാണ്. അങ്ങേയറ്റം കെട്ടിപ്പൂട്ടി അതാർക്കും കൊടുക്കാതെ ആ ഒരു നിലപാടിലാണ്. എത്ര തന്നെ ആവശ്യങ്ങൾ മുമ്പിലുണ്ടായാലും മനുഷ്യന്റെ നിലപാടതാണ്. പള്ളിത്തർക്കങ്ങളിൽ ഉഷാറാണ്, പക്ഷേ സമ്പത്ത് കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടെങ്കിൽ പോലും അതിന് സക്കാത്ത് കൊടുക്കണമെന്ന കാര്യത്തിൽ തർക്കിക്കുന്ന ആരുമില്ല. തർക്കിക്കും, ഇല്ലാതാകാൻ എന്ത് മാർഗം എന്നതിൽ വല്ലാത്ത തർക്കം നടത്തിന്ന് വരും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര ആളുകള്, എനിക്കും നിങ്ങൾക്കും പരിചയമുള്ള ആൾക്കാര്, 1 മാസം 10-15 ലക്ഷം വരുമാനമുള്ള ആൾക്കാരുണ്ട്. ഈ ആളുകൾ കൃത്യമായ സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന കാര്യം നമ്മളിൽപ്പെട്ട കൊടുക്കാത്തവർക്കും അറിയാം. അതേപോലെ തന്നെ അവരുടെ നിലപാട് എങ്ങനെയാണ് എന്ന് പരിചയമുള്ളവർക്കും അറിയാം. ചിന്തിച്ചു നോക്ക്, അവർ ഇസ്ലാമിനകത്തോ പുറത്തോ ഹറാമ് ചെയ്യുന്നവരാണ് എന്ന് സമ്മതിക്കുമോ നമ്മള്? എന്നാൽ നമസ്കരിക്കാത്ത ആളെ സംബന്ധിച്ച് നമ്മളുടെ മനസ്സിലുള്ള നിലപാടെന്താ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ദുനിയാവ്, പണം, ആ ഒരു നിലപാട്. ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ തഖീലാ. ഈ ദുനിയാവിൽ ഏറ്റവും വേഗം നേടിപ്പിടിക്കാൻ, എത്തിപ്പിടിക്കാൻ ആവശ്യമായ സകല കാര്യത്തിനും അവർ ധൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ വരാൻ പോകുന്ന ഒരു ദിവസമുണ്ട്, അത് ഭയാനകമാണ് എന്ന കാര്യം അവർ മറന്നു പോകുന്നു. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പിശാചിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റുക എന്നത്, അതൊരുപാട് വിഷയങ്ങളുണ്ട്, പലതുമാകാം. കൊടുത്താൽ നീ ദാരിദ്ര്യത്തിലാകും, വെറുതെ അതിന് മെനക്കെടണ്ട, നിലവിലുള്ള ഈ രൂപത്തിൽ അങ്ങനെ പോയാ മതി. മറ്റൊന്ന്, എത്ര സമ്പത്തുണ്ട് ഗൾഫിൽ, ആരെങ്കിലും അറിയൂല. വെറുതെ അത് വെളിച്ചത്താക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? അതാരും അറിയൂല. പിശാച് സ്വകാര്യമായി തോന്നിപ്പിക്കുകയാണ്. അതിന് കൃത്യമായ സക്കാത്ത് കൊടുക്കണമെന്നില്ല എന്ന നിലപാടിൽ എന്തെങ്കിലുമൊക്കെ സദക്ക പെറുക്കി കൂട്ടി കൊടുക്കുക. എന്നാൽ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാർ വിചാരിക്കും അത് 2-4 ലക്ഷം കൊടുത്താൽ ബാധ്യത കഴിഞ്ഞ്. എന്നാൽ കൊടുക്കാൻ അവകാശപ്പെട്ടത് 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ ആര് പറഞ്ഞു തരും? പിശാച് പറഞ്ഞു തരും.
ദാരിദ്ര്യത്തിൽ പെട്ടുപോകും. കൊടുക്കാൻ നിൽക്കണ്ട, നിന്റെ സമ്പത്ത് നിനക്കേ അറിഞ്ഞൂടൂ, നിന്റെ ഭാര്യ പോലും അറിയില്ലല്ലോ. അതുകൊണ്ട് ആ നിലക്കുള്ള പിശാചിന്റെ ദുർബോധനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് പിന്നോട്ട് നിൽക്കുന്ന ആളുകൾ. പിന്നെ ഇതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയുള്ള അതിന്റെ പരിഹാര മാർഗങ്ങളെ സംബന്ധിച്ചാണ്. പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പണ്ഡിതന്മാരായ സമൂഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചുക്കാൻ പിടിക്കുന്ന പണ്ഡിതന്മാർ പരസ്യമായി കൃത്യമായും ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യാം. സോഷ്യൽ മീഡിയ നോക്കിയാൽ സ്വഫ്, അതില് കസേര ഇടേണ്ടത് മുന്നിലോ പിന്നിലോ, തർക്കമായി ബഹളമായി അല്ലെങ്കിൽ ആ വിഷയത്തിൽ ചർച്ച 1 മണിക്കൂർ നേരം. ഉളുവിന്റെ വെള്ളം, അതിന്റെ ശുദ്ധത അല്ലാത്തത്, അതിന്റെ തർക്കം, വീടുണ്ടാക്കുമ്പോ വാസ്തു സംബന്ധമായ വിഷയം, അത് സംബന്ധമായ കാര്യങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാ മുസ്ലിയാക്കന്മാരും ആളുകളും പ്രത്യക്ഷത്തിൽ എടുത്തിട്ട് അടിക്കുക. ഒരു കുഴപ്പമില്ല. സക്കാത്ത് കൊടുക്കേണ്ട വിഷയം അതിസൂക്ഷ്മമായി ഇങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഇല്ലാത്തിടത്തോളം, അത് നടക്കാത്തിടത്തോളം, അതിന്റെ ബോധവൽക്കരണം നൽകാത്തിടത്തോളം തീർച്ചയായും ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല. എന്നിട്ട് ഈ ബോധവൽക്കരണത്തെ സംബന്ധിച്ചിടത്തോളം ഇവരിതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. എന്താ? വൽ ആമിലീന അലൈഹാ. ഞാനും നിങ്ങളും കുറെ കേട്ടതാണ്. സൂറത്തു തൗബയിലെ വചനമാണ്. സംഘടിതമായി കൊടുക്കണമെന്ന് സൂറത്തു തൗബയിലെ സകാത്തിന്റെ അവകാശികൾ ആരാണ് എന്ന് വിശദീകരിച്ചിടത്ത് വൽ ആമിലീന അലൈഹാ, അത് സംഘടിതമായി ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച അതിന്റെ പ്രവർത്തകരായ ആളുകൾ, അവർക്കും സക്കാത്തിന് അർഹതയുണ്ട്. മനസ്സിലായല്ലോ? ഈ ആയത്ത് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായും സംശയത്തിനിടമില്ലാത്ത വിധം കാര്യം വ്യക്തമാണ്, സംഘടിതമായിരിക്കണം എന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളോട് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത്, അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഇറക്കി തന്നത് മറച്ചു വെച്ചിരിക്കുന്ന ആളുകൾ, വൽ ഹുദാ, യഥാർത്ഥ സന്മാർഗത്തെയും, മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഇതാണ് എന്ന് നാം ആ ഗ്രന്ഥത്തിലൂടെ വ്യക്തമാക്കി തന്നതിന് ശേഷം ഉലൈക യൽഅനുഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിക്കും. വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കേണ്ട ആളുകളൊക്കെ ശപിക്കും. കട്ടിലിൽ കിടക്കയിൽ കണ്ണീരൊലിപ്പിച്ച് സാമ്പത്തികമായി ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ കഷ്ടപ്പെടുന്ന, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആ മനുഷ്യരുടെ മനസ്സിന്റെ ദീനരോധനങ്ങൾ ഉണ്ടല്ലോ, ആർക്ക് നേരെയാ വിരൽ ചൂണ്ടുന്നത്? ഈ സമൂഹത്തില് കോടിക്കണക്കിന് സമ്പത്തുണ്ടായ ഉള്ള ആളുകളുടെ സമ്പത്ത് ഈ സമൂഹത്തിലേക്ക്, ദരിദ്രരിലേക്ക്, അവകാശികളിലേക്ക് എത്താത്തതിനാൽ ഈ ആളുകൾ അതിന് നേരെ പ്രവർത്തിക്കാത്ത, ആ വിഷയത്തിൽ പ്രവർത്തിക്കാത്ത മുഴുവൻ ആളുകൾക്ക് നേരെയും മനസ്സുകൊണ്ട് വെറുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നല്ല, അതാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പരിഹാര മാർഗം ഈ അന്യന്റെ അവകാശം എന്റെ കയ്യിലുണ്ട് എന്ന ബോധം ഉണ്ടാക്കി കൊടുക്കുക. ലിസ്സാഇരി വൽ മഹ്റൂം, നമുക്കറിയാവുന്ന ആയത്താണ്. അവകാശപ്പെട്ട ആളുകൾ ആരാണ്? ഇല്ലാത്ത ആളുകൾ തന്റെ സമ്പത്തിന് അവകാശികളാണ്. അത് തടയപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന ബോധമുണ്ടാക്കി കൊടുക്കുക. മറ്റൊന്ന്, പരലോകത്ത് അള്ളാഹു ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമെന്ന കൃത്യമായ കണക്ക് പറയേണ്ടി വരുമെന്ന ബോധമുണ്ടാക്കുക. അതാണ് ഖുർആൻ സൂറത്തുൽ വാഖിഅയിൽ പറയുന്നത്, സൂറത്തുൽ മആരിജിൽ പറയുന്നത് വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. അവിടെ സകാത്തിന്റെ അല്ലെങ്കിൽ അവകാശികൾക്ക് തന്റെ സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയുന്നത് എന്താ? അന്ത്യദിനത്തിൽ കൃത്യമായി വിശ്വസിക്കുന്ന, സത്യസന്ധമായി വിശ്വസിക്കുന്ന ആളുകൾ, അവന്റെ റബ്ബിന്റെ, തന്റെ രക്ഷിതാവിന്റെ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ആളുകൾ,
ആ ആളുകൾ അങ്ങനെ ഭയപ്പെടുന്നവർക്കേ കൊടുക്കാൻ കഴിയൂ. ആ ഭയം ഉണ്ടാക്കിയെടുക്കൽ തന്നെയാണ് അതിന്റെ പരിഹാര മാർഗം. നമ്മളുടെയൊക്കെ മഹല്ലുകളിലേക്ക് നോക്കിയാൽ ഒരു പരിധിവരെ ഇത് സംഘടിതമായി കൊടുക്കാനും സംഘടിപ്പിക്കാനും ഒക്കെയുള്ള ശക്തമായ പ്രവർത്തനം ഉണ്ടായതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളുടെ മഹല്ലുകളിൽ നിന്നല്ല ഇത്തരം ദീനരോധനങ്ങളിൽ 99% വരുന്നത് സലഫി മഹല്ലുകളിൽ നിന്നല്ല. കാരണം അത് സ്വകാര്യമായി സംഘടിപ്പിച്ച് സക്കാത്ത് സെല്ല് ഉപയോഗപ്പെടുത്തി കൈകാര്യം ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവിടെ അത് പരിഹരിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്ക്, സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കുറെ ആടെ കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇന്നിപ്പോ ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞത് 3 മക്കളുള്ള കുവൈത്തിലാണ്. ഒരു മുഴ തലക്ക് ഉണ്ട് എന്ന് മനസ്സിലായപ്പം അതിനുവേണ്ടി ഓപ്പറേഷൻ നടത്തി. ഇപ്പൊ അവര് സ്ട്രോക്കിന്റെ അസുഖം കൂടി വന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ഇതാണ് നമ്മളുടെ അവസ്ഥ. ഞാനും നിങ്ങളുമൊക്കെ ആരോഗ്യമുണ്ട് വിചാരിച്ച് ഓടിച്ചാടി നടക്കുക. എപ്പോഴാണ് ഒരു സെക്കൻഡ് കൊണ്ട് വേദന വന്ന് പെടഞ്ഞു വീണ് നമ്മളെ കൊണ്ടുപോവുക? മിണ്ടാൻ കഴിയാതായാൽ സക്കാത്തിന് കണക്ക് കൂട്ടി കൊടുക്കാൻ കഴിയോ? ചിന്തിച്ചു നോക്ക്. ആരാ കൂട്ട്, എവിടെ സമ്പത്തിൽ എത്ര കൊടുത്ത് ആർക്ക് പറയാൻ കഴിയും? ഇനി മിണ്ടുന്നില്ല. സ്ട്രോക്ക് വന്ന് തളർന്നു പോയി. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ നമ്മൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും? ഇനി മറിഞ്ഞു വീണ് മരിച്ചുപോയി ആര് കൊടുക്കും ഇത്? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബോധവാന്മാരാകണം. കാരണം എപ്പം ശ്വാസം നമ്മളെ ശരീരത്തിൽ നിന്ന് പോകുന്നുവോ അതോടുകൂടി നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതിന്റെ ഹലാലും ഹറാമും, അന്യായമായതും ന്യായമായതും, അതുപോലെ തന്നെ അന്യന്റെ അവകാശങ്ങളും സക്കാത്തും ഒക്കെയുള്ള വിഷയങ്ങൾ ചോദിക്കപ്പെടുന്ന നിമിഷം ആരംഭിക്കുകയായി. മരിച്ചാൽ അള്ളാഹ് കൂട്ടിക്കൊണ്ടും. തൊട്ടുമുമ്പുള്ള ആയത്താണത്. പടച്ചവന്റെ സവിധത്തിലേക്കാണ് ഈ ത്രസിക്കുന്ന മുഖമുള്ള, ചിന്തിക്കുന്ന മനസ്സുള്ള, ഒരുപാട് സമ്പത്തുള്ള, ആരോഗ്യമുള്ള, സൗകര്യമുള്ള, ആരും കാണാതെ മറച്ചു വെച്ച എമ്പാടും സമ്പത്തുള്ള ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മൈൻഡ് ചെയ്തിട്ടില്ല, അത് സത്യപ്പെടുത്തിയിട്ടില്ല അത്തരം കാര്യങ്ങള്. പിന്നെയോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഓന് നേരണ്ടായിട്ടില്ല. റബ്ബിന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഈ ദുനിയാവില് ദുനിയാവിലും അവന്റെ അവസ്ഥ അവന്റെ ക്ലബ്ബുകാരെ കൂടെ, കൂട്ടുകാരെ കൂടെ ജീവിക്കലായിരുന്നു. യാതൊന്നും മൈൻഡ് ചെയ്തില്ല. രാഷ്ട്രീയക്കാർ വന്നപ്പോ ലക്ഷങ്ങൾ കൊടുത്ത് കുഴപ്പമൊന്നുമില്ല, കാരണം അപ്പുറത്ത് അതിലേറെ കിട്ടാനുണ്ടാവും. പക്ഷെ സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല. എങ്കിൽ നിനക്ക് ഏറ്റവും അർഹമായ ശിക്ഷ അതാണ്, നിനക്ക് അർഹമായത് അതാണ് നിനക്ക് നൽകുക. മനസ്സിലായോ? ആ ശിക്ഷയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, മനസ്സിലാക്കുക. റമദാൻ പടിവാതിൽക്കലെത്തി. കണക്ക് നോക്കാൻ വർഷത്തിലൊരിക്കൽ നോക്കുന്നവരുണ്ട്. അതിന് ടൈമായി, എവിടെയാണ് എങ്ങനെയാണെന്ന് ആലോചിക്കാനായി. അല്ലാത്തവ ഒരുപാട് വർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നൽകേണ്ടതുണ്ട്, പെട്ടെന്ന് കിട്ടുന്നത് നൽകേണ്ടതുണ്ട്. ഇങ്ങനെ വല്ല ലാഭവും പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടോ എങ്കിൽ അത് കണക്ക് നോക്കാം. എല്ലാം വേഗം വേഗം ആവുക. എപ്പോഴാണ് പടച്ചതമ്പുരാന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകേണ്ടത് എന്ന് നമുക്കറിയില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ ഇസ്ലാം നിർദ്ദേശിച്ച വശം വളരെ കൃത്യവും വ്യവസ്ഥാപിതവുമായ സംഘടിതമായ സക്കാത്തിന്റെ വശമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ ഈ വിഷയം റമദാന്റെ തൊട്ടുമുമ്പ് സൂചിപ്പിക്കുന്നത് ഇത് കേവലം റമദാനിൽ മാത്രം കേൾക്കേണ്ട ഒരു വിഷയം എന്ന നിലക്കായി
വിഷയമല്ല, എല്ലായ്പ്പോഴും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം എന്ന നിലക്ക് ഇടക്കൊന്ന് സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എല്ലാ നിലക്കും നമ്മളുടെ സാമ്പത്തികമായ കാര്യത്തെ സംബന്ധിച്ച് സൂക്ഷ്മ പരിശോധന നടത്തുക. അന്യന്റെ അവകാശം അത് അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൃത്യമായ വ്യവസ്ഥയോട് കൂടിയുള്ള കുറെ കാശിങ്ങനെ വാരിക്കൊടുക്കലോ കുറെ സദക്ക കൊടുക്കലോ അല്ല സക്കാത്ത്. സക്കാത്തിന് വളരെ കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് ഇത്ര നിസാബെത്തിയാൽ ഇങ്ങനെ കൊടുക്കണം. അത് സമ്പത്തിനുണ്ട്, അതുപോലെ തന്നെ സ്വർണത്തിനുണ്ട്, അതുപോലെ ജീവിത വരുമാന ഹലാലായ മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ ആ ഹലാലായ മാർഗങ്ങളിലൂടെ വരുന്ന എല്ലാ വരുമാനത്തിനും അതുണ്ട് എന്ന ബോധത്തോടു കൂടി വീട്ടിലും കുടുംബത്തിലും പരിചയക്കാരിലുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് കുറ്റമുക്തരായി നല്ലവരായി ജീവിച്ച് മരിച്ചു പോകാൻ ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മരിച്ചു പോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم ثانيا وإياي بتقوى الله. മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സാന്ദർഭികമായി റജബുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. റജബ് 27 പ്രത്യേകമായി ചില ആൾക്കാർ നോമ്പനുഷ്ഠിക്കാറുണ്ട്. റജബിന്റെ ആദ്യത്തെ വ്യാഴാഴ്ച രാത്രി പ്രത്യേകം 12 റക്അത്ത് നമസ്കരിക്കാറുണ്ട്. അതുപോലെ റജബിലെ പ്രാർത്ഥനകൾ എന്ന നിലക്ക് കുറേ പ്രാർത്ഥനകൾ ചെയ്തു വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ അത്തീറത്ത്, അതായത് റജബിൽ മാത്രം വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു അറവുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇദ്ബഹു ഫി അയ്യി ശഹരിൻ മാകാന, ഏത് മാസവും ചെയ്തോളി, റജബിലായിട്ട് പ്രത്യേകമായി ചെയ്യേണ്ടതില്ല, ചെയ്യരുത് എന്ന നിലക്ക് നബി പറഞ്ഞതായിട്ട് കാണാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യദ്രിബു അഖഫന്നാസി ഫി റജബ്, റജബ് മാത്രം നോമ്പനുഷ്ഠിച്ച ആളുകളുടെ കൈകൾക്ക് അടിക്കുകയും എന്നിട്ട് അവരോട് നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വയഖൂലു കുലൂ ഖായിമൻ വഹുവ ശഹ്റുൻ കാന യുഅല്ലിമുഹു അഹ്ലുൽ ജാഹിലിയ. ഇത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ് ഈ മാസത്തിന് പ്രത്യേകമായ പവിത്രത കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാറുള്ളത്. എന്നാൽ യുദ്ധം വിരോധിക്കപ്പെട്ട പവിത്രമായ മാസങ്ങളിൽ റജബ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകമായ നോമ്പോ നമസ്കാരമോ ഒന്നും തന്നെ ഈ മാസത്തിലില്ല. അത് റജബ് 27-നുമില്ല. മാത്രമല്ല ഇബ്നു ഹജറുൽ അസ്ഖലാനി ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. എന്താണത്? കിതാബ് തബീനിൽ അജബി ബിമാ വറദ ഫീ ഫളിൽ റജബ്. റജബിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് അത്ഭുതപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ അതിനെ വ്യക്തമാക്കുന്ന ഗ്രന്ഥം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ലം യരിദ് ഫീ ഫളിൽ റജബിൻ വലാ ഫീ സിയാമിഹി വലാ സിയാമി ശൈഇൻ മിൻ മുഅയ്യനൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സഹീഹുൻ ലിൽ ഹുജ്ജ. തെളിവിന് പറ്റുന്ന വിധത്തിലുള്ള ഒരൊറ്റ ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകമായി റജബില് അനുഷ്ഠിച്ചു വരുന്ന ഇത്തരം നോമ്പോ നമസ്കാരമോ നബിയിൽ നിന്ന് വന്നതല്ല. ഇമ്മാ മൗദൂഅ, ഒന്നും നബിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ദഈഫാണ്. ഇതാണ് ഇത് സംബന്ധമായി സംക്ഷിപ്തമായി മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഇത്തരം അനുവദനീയമായ വ്യാഴാഴ്ചകളിൽ എല്ലാ മാസവും എല്ലാ ആഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ നോമ്പനുഷ്ഠിക്കാം. 11, 12, 13 ദിവസങ്ങൾ അയ്യാമുൽ ബീദിൽ, 13, 14, 15 ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിൽ നോമ്പനുഷ്ഠിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. അതല്ലാത്ത നിലക്ക് പ്രത്യേകമായ ഒരു നോമ്പിന്റെയോ നമസ്കാരത്തിന്റെയോ കാര്യം സഹയായി വന്നിട്ടില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ
മമ്മുഹാജി ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആദ്യകാലത്ത് വളരെ ആദർശപരമായ നിലങ്കത്ത് ഉറച്ചു നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവസാനം വരെ അദ്ദേഹം അത് നിലനിർത്തിയിട്ടുണ്ട്. എന്നോട് 2 ആഴ്ച മുമ്പ് അദ്ദേഹം മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ മയ്യത്ത് പരിപാലന വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു രൂപരേഖ തയ്യാറാക്കി നമുക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാമായിരുന്നു. ആ കിടക്കയിൽ ഫോൺ കോളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലും ദഅവത്ത് നടത്തുന്ന ഒരു മാതൃക അദ്ദേഹത്തിലുണ്ട്. കാരുണ്യവാനായ തമ്പുരാൻ അദ്ദേഹത്തിന്റെ അത്തരം എല്ലാ സൽക്കർമ്മങ്ങളും അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുഅദ്ദിൻ അഷ്റഫ് ഖാന്റെ പെങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും അവരുടെ ഖബർ വിശാലമാക്കി അനുഗ്രഹിക്കുകയും പാപങ്ങൾ പുറത്തുകൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ അനുഗ്രഹിക്കുകയും കൂട്ടി ഒരുമിച്ച് കൂടാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നേരെ സൂചിപ്പിച്ച സഹോദരി, അള്ളാഹു അവർക്ക് പൂർണ്ണമായ ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.